ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴം രുചിക്കൂട്ടാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു സ്നാക്കാണ്. ഇതിൽ നിറച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ രുചിക്കൂട്ട്. 4 മണി പലഹാരവും ക്രിസ്പിയും സ്വീറ്റുമായ ഒരു സ്നാക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എന്നാൽ ഇതാ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴമാണ്. ഒരുവിധം പഴുത്ത പഴമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ തലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് രണ്ടായി മുറിച്ചെടുക്കാം. ഇതേമാതിരി കട്ട് ചെയ്ത് രണ്ടായി നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള പഴം ഇതേപോലെ കട്ട് ചെയ്ത് 2 അറ്റവും കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് എത്ര പഴം ആവശ്യമുണ്ടോ അത്ര പഴം നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അരിയെല്ലാനും എടുത്ത് കളയാം. ഇങ്ങനെ തുറന്ന് നമ്മളിതിനെ എടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരുവിധം അടി എത്തുന്ന വരെ നമുക്കിതൊന്ന് തുറന്നെടുക്കാം. എന്നാലാണ് നമ്മുടെ മസാല ഇതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേമാതിരി എടുക്കുമ്പോൾ അത് അടി വരെ എടുക്കണ്ട, പൊട്ടിപ്പോവുകയും വേണ്ട. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ മസാല നിറയ്ക്കാനുള്ളതാണ്. പിന്നെ നേന്ത്രപ്പഴം ആകുമ്പോൾ നമുക്ക് നല്ലൊരു രുചിയായിരിക്കും. ഇനി നമുക്ക് ഇതേമാതിരി ഇതിൻ്റെ തൊലിയെല്ലാം എടുത്ത് കളയാം. ഇതേമാതിരി എടുക്കണം, എന്നാലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാവരും നമുക്ക് ഇതേമാതിരി ചെയ്തെടുക്കാം. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര നമുക്ക് ഇതേമാതിരി എടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ്. ഞാനൊരു 10 ബദാമും 10 അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോണ്ട, നമുക്കൊന്ന് ഒരു തരിയായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇത് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കി വറുക്കാനുള്ള ഒരു മൈദയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. ഒരു നുള്ളു ഉപ്പ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ കലക്കുന്ന അതേ പരുവത്തിൽ തന്നെ കലക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് ഇതേമാതിരി കലക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇതേപോലെ നമ്മൾ കലക്കി വയ്ക്കണം, എന്നാലാണ് നമുക്കത് മുക്കി വറക്കാൻ പറ്റുള്ളൂ. ഈ പരുവത്തിൽ ഈ കട്ടിയിൽ നമ്മൾ എടുക്കണം. ഇനി നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ശർക്കരയാണ് എടുത്തത്. അത് ഉരുക്കി നീരാക്കി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 ടീസ്പൂൺ നെയ്യാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഓട്സാണ് ഞാനൊരു 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ശർക്കര നീര് വറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓട്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അവലെടുത്താൽ മതി. പേപ്പർ അവലെടുത്ത് കഴിഞ്ഞാലും നമുക്ക് മതി. 1 ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഒരു 3-4 ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഈ ശർക്കര നീരൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നട്ട്സ് പൊടിച്ച് വെച്ചത് നമുക്കെല്ലാനും ഇതിൽ ചേർത്ത് കൊടുക്കാം. ബദാമും അണ്ടിപ്പരിപ്പും കൂടി പൊടിച്ച് വെച്ച പൊടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ഈ പരുവത്തിൽ ആക്കിയെടുക്കണം.
അപ്പോഴാണ് നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് നിറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മളിത് ഉണ്ടാക്കി വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മളിത് നിറച്ചെടുക്കാൻ പോകുന്നത്. ഇതേമാതിരി നമുക്ക് ആക്കി വയ്ക്കണം. ഇപ്പോൾ ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്കിത് പഴത്തിൻ്റെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചെറിയ ഒരു ടീസ്പൂൺ കൊണ്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാനും നമുക്കിങ്ങനെ നിറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത് വറുത്ത് കഴിക്കുമ്പോൾ നമുക്ക് വളരെ രുചിയായിരിക്കും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നിറച്ച് വയ്ക്കാം. ഇത് നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ? നമ്മൾ ഈ നിറയ്ക്കുന്ന കൂട്ടാണ് ഇതിൻ്റെ രുചി. അങ്ങനെ നമ്മൾ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേമാതിരി നമുക്ക് ഓരോന്ന് ഈ മൈദ മാവിലേക്ക് മുക്കി നമ്മൾക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 മണി പലഹാരമായിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നല്ലൊരു മധുരം ഒക്കെ ആയിട്ടുള്ള സ്നാക്ക് കഴിക്കാം. നേന്ത്രപ്പഴം ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഒരുവിധം മുരിഞ്ഞ് വരുമ്പോൾ തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതേമാതിരി ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് വേവിച്ച് എടുക്കാം. ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ 4 മണി പലഹാരങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അങ്ങനെ നമ്മുടെ ഈ പഴം രുചിക്കൂട്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.